പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. പഞ്ചാബി ഹൗസിൽ ഇപ്പൊ ഞാനിവിടെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഈ ഹോട്ടലിൽ തന്നെ ഞാൻ 3 സിനിമകളുടെ സ്ക്രിപ്റ്റ് വർക്കിലാണ്. അതായത് ഇപ്പൊ ഒരെണ്ണം അങ്ങോട്ട് 4 സീൻ എഴുതി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിക്കും. പക്ഷെ എന്തായി ചേട്ടാ 1 മിനിറ്റ് എന്നുകൊണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അത് തുടങ്ങും. ആ അനുഭവത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഹാപ്പി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ദിവസം മാക്സിമം 3-4 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. കുറെ വർഷമായിട്ട് ഞാൻ അങ്ങനെ തന്നെ. അതുകൊണ്ട് എനിക്ക് പണിയെടുക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. ഞാൻ എഴുതിക്കോളാം. അത് ഇനി അങ്ങനെ തന്നെ വേണേ ജീവിതത്തിൽ എന്ന് പറയും. ഞാനിപ്പോൾ എപ്പോഴും പറയും പ്രൊഡക്ഷൻ ഫുഡ്. എനിക്കറിയാവുന്ന ഒരു പയ്യൻ, സിനിമയിൽ തന്നെയുള്ളൊരു പയ്യനാണ്. പണ്ട് അവൻ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കുന്ന കഴിയുമ്പോൾ അവൻ പറഞ്ഞു, ഈ വൃത്തിയുടെ ഫുഡൊക്കെ ആരെങ്കിലും കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ സിനിമാ ഫാമിലിയാണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞടാ, ആ ഫുഡ് ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്കത് വൃത്തികെട്ട ഫുഡല്ലേ, ഞങ്ങൾക്ക് അതെ വലിയ കാര്യമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നതാണ് ഡെയിലി പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ പറ്റണത്. അതിനകത്ത് നമ്മൾ ഇന്ന് സിനിമാക്കാരാ. അതാണ് അപ്പൊ ഇതിന് കറക്റ്റ് സാധനം. അത് താഴെ ചപ്പാത്തി, മേളിലെ കറി, താഴെ കഞ്ഞി, മേളിലെ പയർ, അതിന്റെ മുകളിലെ ചപ്പാത്തി, പിന്നെ ഇത് കാണുമ്പോ തന്നെ എന്തൊരു സന്തോഷം അറിയോ, ഒരു പേരൊക്കെ എഴുതിയിട്ട്. അതെ അതെ. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എനിക്കിത് ഇപ്പം ഞാനിവിടെ അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് ടർബോഡ് ആളിലും താമസിക്കുന്നത്. അതുപോലെ സുരേഷ് ഗോപി സാറിന്റെ വരാഹത്തിന്റെ ടീം താമസിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ തന്നെ ടീമുകൾ എല്ലാം അറിയാവുന്നവരാ. അപ്പം ഞാൻ ടർബോയുടെ ടീമിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു വെച്ചേക്കുമെന്ന് ചോദിച്ചു. വെച്ചേക്ക് അഭിലാഷം തന്നെ. അപ്പം ഞാൻ ഇനി ഇവർ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വരാഹത്തിന്റെ ടീമിനെ വിളിച്ചു പറഞ്ഞു, പിന്നെ സഞ്ജയേട്ടാ സനലെ എനിക്കൊരു ഇവർ എല്ലാവരും ഈ ഹോട്ടലിൽ തന്നെ. ഞാൻ കഥ ഓർക്കുമ്പോൾ ഇപ്പൊ ഡെയിലി 2 ഇത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഗസ്റ്റിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ലാലേട്ടന്റെ ഹോട്ടലിൽ താമസിച്ച് മമ്മൂക്കയുടെ സുരേഷ് പ്രൊഡക്ഷൻ കഴിച്ചു. ഭാഗ്യവാൻ. ഓക്കെ, അടുത്ത ലാസ്റ്റ്. ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചത് ഞാൻ പറയാനുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമാണ്, ഈ സ്വഭാവമല്ല. ഞാൻ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി തലയിടും. ഇപ്പൊ ക്യാമറമാൻ്റെ അടുത്ത് ഞാൻ പോയി ചില ലോകത്താരും ചോദിക്കാത്ത ചില സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ക്യാമറ പറയും, അഭിലാഷ് ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെ എടുക്കാൻ പറയും. ചേട്ടാ ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ടല്ല നിങ്ങളുടെ ഒന്ന് ചോദിക്കുന്നത് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാത്തിനും തലയിടുമ്പോൾ ഞാൻ ഈ ഡയലോഗ് സ്ഥിരം കേട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ച് മറുപടി പറയും, ഞാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടല്ല എനിക്ക് എഴുതാൻ മാത്രമല്ല വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എവർക്കും ഡയലോഗ്സ് ആണ്. നമ്മൾ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഇതിൽ അഭിനയിച്ച ശ്രീനി സാറിനെ അല്ലെങ്കിൽ മാമുക്കോയും അല്ലെങ്കിൽ ഇന്നസെന്റിനൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ, അതാണ് ആ എഴുത്തുകാരന്റെ സംവിധായകന്റെ അഭിനേതാക്കളുടെ വിജയം. ഇതേപോലെ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ സിനിമയുടെ ഡയലോഗ് ദക്ഷയുടെ മക്കള് ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ അവർ ഇതെടുത്ത് വെച്ച് ചോദിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഗോഡ് സ്പീഡ് നടക്കട്ടെ. ലാസ്റ്റത്തെ ഡയലോഗാണ്, വാര്യറെ എന്താടോ ഞാൻ ഇങ്ങനെ ആയി പോയത്, അത് ചോദിച്ച നിമിഷം. ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. ഇനി ആഗ്രഹം മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ആഗ്രഹിച്ചത് ഈ ജീവിതം, അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരേ, ഇനി നന്നാവുന്നില്ല, ഇങ്ങനെ തന്നെ തുടരാനാണ് പ്ലാൻ. അത് ഭയങ്കര പഞ്ച് ഡയലോഗൊക്കെ മാറിയത്. അപ്പൊ പലപ്പോഴും ഞാൻ എന്റെ അച്ഛൻ എന്റെ അടുത്ത് ഇതേ ഡയലോഗ് ചോദിക്കും. അച്ഛൻ പറയും എന്താടാ നന്നായിക്കോട്ടെ എന്ന് പറയും. അതായത് ഞാൻ ഇങ്ങനെ ഉഴപ്പ് കിടക്കുന്ന കാണുമ്പോൾ ഞാൻ പറയും ഈ ഉഴപ്പിലൊരു രസമുണ്ടപ്പാ, അതുകൊണ്ട് തന്നെ സിനിമയൊക്കെ ചെയ്ത് ഞാനിനി ഇങ്ങനെ ഉഴപ്പി അങ്ങ് ജീവിക്കാന്ന് പറയും. അച്ഛൻ പറയും നല്ല ഉഴപ്പാ, നീ ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നുഴപ്പുകാരനായിട്ട്. അച്ഛനാണ് എന്നെ ഉഴപ്പാൻ പഠിപ്പിച്ചത്. വെള്ളിയാഴ്ച ക്ലാസ് കട്ട് ചെയ്തിട്ട് എന്നെ സിനിമയ്ക്ക് കൊണ്ടുവിടുന്നത് എന്റെ അച്ഛനാണ്. സ്കൂൾ ടൈമിലും, അതായത് 10ലും +1 +2 കോളേജിലും ഒക്കെ വെള്ളിയാഴ്ച സിനിമ റിലീസ് ആവണം. രാവിലെ പത്രത്തിൽ കാണുമ്പോൾ അച്ഛൻ പറയും, ഇന്ന് റിലീസ് ഉണ്ടെന്ന് പറയും. ഞാൻ പറയും പോയാലോ, അപ്പൊ പോടാന്ന് പറയും. തിങ്കളാഴ്ച രാവിലെ പനിയാണെന്ന് ടീച്ചർ മറ്റേ ലെറ്റർ എഴുതിക്കൊണ്ട് കൊടുക്കും. അച്ഛൻ തന്നെ സൈനും ചെയ്തു തരും. ഞാനിങ്ങനെ എത്ര തവണ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛൻ തന്നെയാണ് എന്നെ ഉഴപ്പനാക്കിയത്. ഇങ്ങനെ സിനിമ കുത്തി വെച്ചത് അച്ഛൻ തന്നെ. ഒരിക്കലും ഇല്ല. ഞാൻ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് അച്ഛൻ തന്നെ കാരണം. അച്ഛൻ എന്നെ 10 കൊല്ലം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ട് പോക്കോ. 10 ഒന്നല്ല, അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോക്കോ, ഞാൻ ജീവിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ കരുതിയിരിക്കുന്നത് എന്താണ്, അച്ഛനും 2 കൊല്ലം കൊണ്ടൊക്കെ സിനിമ എന്നായിരിക്കും കരുതിയത്. 10 കൊല്ലം എടുത്തു സിനിമ ചെയ്യാൻ. അച്ഛൻ നോക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാർട്ട് ടൈം ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മേജർ വീടിന്റെ കാര്യമൊക്കെ നോക്കി അച്ഛനാ. ഞാൻ അച്ഛനെ രാവിലെ കൃത്യം 8 മണിക്ക് എഴുന്നേപ്പിച്ച് ജോലിക്ക് വിടുമായിരുന്നു. ഞാൻ സമാധാനമായിട്ട് ജോലിയല്ല, ഞങ്ങൾക്ക് ഒരു ഷോപ്പുണ്ട് ബൊട്ടാനിക്കൽ. അച്ഛന് ഒരു വിളക്ക വിഗ്രഹങ്ങളിലൊക്കെ ഒരു ഷോപ്പ്. അവിടെ ഇരുന്നാണ് മാളിപ്പുറമൊക്കെ എഴുതിയത്. അപ്പം സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പം അതുള്ളതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ആ ഷോപ്പ് ഇപ്പോൾ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ട്
ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. വന്നിട്ട് അച്ഛനോട് പറയും അഭിലാഷേന്റെ ഷോപ്പല്ലേ. അപ്പൊ അച്ഛൻ വന്നിട്ട് എടാ നിന്നെ കാണാൻ വേണ്ടി 4 പേര് വന്നു. അവൻ എത്ര സാധനം വിറ്റു? 2000 രൂപ സാധനം എടുത്തിട്ട് പോയി. ഞാൻ ഒരു കച്ചവടം നടന്നില്ല. ഇപ്പൊ എന്നെ കൊണ്ട് ഗുണം ഗുണമുണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പം ചേട്ടാ അടുത്ത പടം 11-ാം തീയതി ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ അടുത്തടുത്ത പടങ്ങൾ വരുന്നു. അതുപോലെ കേട്ടു രാജു ചേട്ടന്റെ അടുത്ത് പൃഥ്വിരാജ് എല്ലായിടത്തും പോകുന്നുണ്ട്. എല്ലായിടത്തും ഡേറ്റ്സ്, അതായത് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകളൊന്നും ഭയങ്കര പ്രശ്നം. പക്ഷെ എന്തായാലും 2024 നമ്മള് എങ്ങനെ ഒരു 4 പടം നമ്മള് ഉറപ്പായിട്ടും തിയേറ്ററിൽ എത്തിച്ചേക്കും. ഓണത്തിന് എന്തായാലും തിയേറ്ററിൽ ഒരു സിനിമ നമ്മുടെ കാണും. അതാണ് അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും കാണും. മാളികപ്പത്തിന് ശേഷം വരുന്ന സിനിമ. അപ്പൊ അത് എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും.